നല്ല മടിയും ഉണ്ട്, നല്ല വിശപ്പും ഉണ്ട്. എങ്കിൽ വാ, നിങ്ങൾക്കൊരു റെസിപ്പി തരാം. അപ്പോൾ ചോപ്പറിലേക്ക് കഷ്ണങ്ങളാക്കി 3 സവോള ഇട്ട് കൊടുത്ത് ചോപ്പ് ചെയ്തെടുക്കാം. കഷ്ണങ്ങളാക്കി 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തോ. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീനിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെച്ചോ. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാവുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീനും ഇട്ട് കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി ഒരുപാടൊന്ന് ഹാർഡായി പോവാതെ സോഫ്റ്റ് കുക്ക് ചെയ്ത് അതും ഒന്ന് കോരി മാറ്റാം. ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് ഈ കാണുന്ന സ്പൈസസും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ച് സവോളയും ചേർത്ത് ഇളക്കി വഴറ്റി ഇതൊന്ന് ചെറുതായി വഴണ്ടി വന്നാൽ ചോപ്പ് ചെയ്ത് വെച്ച് തക്കാളി മുളകും മിക്സും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1/2 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി വഴറ്റി കഴുകി വൃത്തിയാക്കി വെച്ച് 4 ഗ്ലാസ് ജീരകശാല റൈസും ചേർത്ത് മസാലയിലേക്ക് അരി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളവും ഒഴിച്ച് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി മൂടി വെച്ചൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യും വറുത്ത് വെച്ച ചെമ്മീനും ചേർത്ത് കയ്യിലുണ്ടേൽ കുറച്ച് പുതിനയിലയോ മല്ലിയിലയോ ചേർത്ത് തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് ആ മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ചോറ് റെഡി. അപ്പം മടി പിടിച്ചിരിക്കാതെ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിക്കോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.